ഹായ് മക്കളെ, എന്തായി പഠനമൊക്കെ? LP UP എക്സാം അടുത്തുല്ലേ? ഇനി വെറും ദിവസങ്ങൾ മാത്രം നമുക്ക് മുന്നിൽ. അപ്പോൾ അതിനു മുമ്പായി നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ എന്തായിട്ടുണ്ട്, സെറ്റായിട്ടുണ്ടോ ഇല്ലയോ എന്നൊക്കെ ഒന്ന് ചെക്ക് ചെയ്യണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മോക്ക് ടെസ്റ്റ് സീരീസ് എന്ന രീതിയിൽ ആദ്യം ഞാൻ നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കാൻ പോകുന്നത് നമ്മുടെ ബയോളജിയിൽ ഒരു ചെറിയ ടോപ്പിക്കാണ് നാഡീവ്യവസ്ഥ അല്ലേ. അപ്പോൾ അതിൽ നിന്നും ചോദിച്ചിട്ടുള്ള LP UP എക്സാമിന് മാത്രം ചോദിച്ചിട്ടുള്ള കുറച്ച് PYQ എടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ മോക്ക് ടെസ്റ്റായിട്ടൊന്ന് ചെയ്ത് നോക്കുക. നിങ്ങളെ കൊണ്ട് ഇതൊക്കെ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളതൊന്ന് നോക്കാം. എക്സാമിന് പോകുന്നതിന് മുമ്പേ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യൽ നിർബന്ധമാണ് അല്ലേ. അപ്പോൾ ഓരോ ടോപ്പിക് വൈസ് ആയിട്ട് നമുക്കിതിങ്ങനെ ചെയ്തിട്ട് പോകാം. അങ്ങനെയാകുമ്പോൾ നിങ്ങൾക്ക് എവിടെ എത്തി നിങ്ങളുടെ പഠനം എന്നൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, ശരി, സ്റ്റാർട്ട് ചെയ്താലോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ശരീരത്തിൽ ആകെ ഉള്ള നാഡികളുടെ എണ്ണം. ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ച് വായിക്കുക കേട്ടോ. ശരീരത്തിൽ ആകെയുള്ള നാഡികളുടെ എണ്ണമാണ് ചോദിച്ചിട്ടുള്ളത്. 2005 LP എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആയിരുന്നു. ഓപ്ഷൻ A 12 ജോഡി, ഓപ്ഷൻ B 31 ജോഡി, ഓപ്ഷൻ C 43 ജോഡി, ഓപ്ഷൻ D 52 ജോഡി. എത്രയായിരിക്കും? കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ C ആയിട്ടുള്ള 43 ജോഡിയാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനും കൂടെ നോക്കാം. മനുഷ്യ ശരീരത്തിലെ ശിരോനാഡികളുടെ എണ്ണം എത്ര? മനുഷ്യ ശരീരത്തിലെ ശിരോനാഡികളുടെ എണ്ണം. മുമ്പ് ചോദിച്ചത് ആകെ നാഡികളുടെ എണ്ണമാണെങ്കിൽ ഇപ്പോൾ ചോദിക്കുന്നത് മനുഷ്യ ശരീരത്തിലെ ശിരോനാഡികളുടെ എണ്ണമാണ് ചോദിക്കുന്നത്. എത്രയാണ്? ഓപ്ഷൻ A 10, ഓപ്ഷൻ B 3, ഓപ്ഷൻ C 12, ഓപ്ഷൻ D 8. എത്രയായിരിക്കും? ഓപ്ഷൻ C ആണ് കറക്റ്റ് ആയിട്ടുള്ളത്. 12 ജോഡി ശിരോനാഡികളാണ് ഉള്ളത്. ഓക്കെ, മനസ്സിലായല്ലോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഓക്കെ, അതിന് മുന്നേ നമുക്ക് ഇതുമായി റിലേറ്റ് ചെയ്തിട്ട് കുറച്ച് കാര്യങ്ങൾ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രം ഒന്ന് പറയാം. നാഡീവ്യവസ്ഥ എന്ന് പറയുമ്പോൾ നമുക്കറിയാം അല്ലേ, നാഡീവ്യവസ്ഥയുടെ 2 വിഭാഗങ്ങളാണ് കേന്ദ്ര നാഡീവ്യവസ്ഥയും പെരിഫറൽ നാഡീവ്യവസ്ഥയും. മസ്തിഷ്കവും സുഷുമ്നയും അടങ്ങുന്ന നാഡീവ്യവസ്ഥയെ കേന്ദ്ര നാഡീവ്യവസ്ഥ എന്നും, ഇനി ശിരോനാഡികളും സുഷുമ്നാ നാഡികളും ചേരുന്ന നാഡീവ്യവസ്ഥയെ പെരിഫറൽ നാഡീവ്യവസ്ഥ എന്നുമാണ് പറയുന്നത്. ശിരോനാഡികൾ എത്രയാണ്? 12 ജോഡി. സുഷുമ്നാ നാഡികൾ 31 ജോഡി. അപ്പോൾ മനുഷ്യ ശരീരത്തിലെ ആകെ നാഡികളുടെ എണ്ണം ചോദിച്ചാൽ നമ്മൾ എന്ത് പറയും? മുമ്പ് ചോദിച്ച ക്വസ്റ്റ്യൻ ആയിരുന്നു അല്ലേ, ഏതായിരുന്നു? 43 ജോഡിയാണ്. ഓക്കെ, കിട്ടിയല്ലോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഹൃദയസ്പന്ദനം, ശ്വാസോച്ഛ്വാസം തുടങ്ങിയ അനൈച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം ഏത്? ഓപ്ഷൻ A സെറിബെല്ലം, ഓപ്ഷൻ B സെറിബ്രം, ഓപ്ഷൻ C മെഡുല്ല ഒബ്ലാങ്കേറ്റ, ഓപ്ഷൻ D തലാമസ്. അനൈച്ഛിക പ്രവർത്തനങ്ങളാണ്. ഏതായിരിക്കും? മെഡുല്ല ഒബ്ലാങ്കേറ്റയാണ് അല്ലേ, മെഡുല്ല ഒബ്ലാങ്കേറ്റ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, മനുഷ്യനിൽ ആന്തര സമസ്ഥിതി പാലനത്തിന് സഹായിക്കുന്ന തലച്ചോറിൻ്റെ ഭാഗം ഏത്? ഓപ്ഷൻ A സെറിബ്രം, ഓപ്ഷൻ B സെറിബെല്ലം, ഓപ്ഷൻ C തലാമസ്, ഓപ്ഷൻ D ഹൈപ്പോ തലാമസ്. ആന്തര സമസ്ഥിതി പാലനത്തിന് 2020 UP എക്സാമിന് ചോദിച്ചിട്ടുള്ളതായിരുന്നു. ഏതാണ്? ഹൈപ്പോ തലാമസ് ആണ് അല്ലേ, ഹൈപ്പോ തലാമസ്. ഓക്കെ, അതും കിട്ടിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നത്. അപ്പോൾ മനുഷ്യ മസ്തിഷ്കം എന്ന് പറയുമ്പോൾ നമുക്കറിയാം, മനുഷ്യ മസ്തിഷ്കത്തിൻ്റെ ഏറ്റവും വലിയ ഭാഗമാണ് സെറിബ്രം അല്ലേ. ഈ സെറിബ്രം ആഴത്തിലുള്ള ഒരു വിടവിനാൽ, അതായത് ഇടത് വലത് സെറിബ്രൽ അർദ്ധഗോളങ്ങളായിട്ട് വിഭജിക്കപ്പെട്ടിട്ടുണ്ട്. സെറിബ്രത്തിൻ്റെ ഇടത് വലത് അർദ്ധഗോളങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന നാഡീകലയെ എന്താ പറയുകയെന്നറിയോ? കോർപ്പസ് കലോസം. ഇതൊക്കെ ഒന്ന് ഇതിൻ്റെ കൂടെ പഠിച്ചു വെച്ചേക്കുക, ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. സെറിബ്രൽ അർദ്ധഗോളങ്ങളെ ആവരണം ചെയ്യുന്ന കോശങ്ങളുടെ പാളിയെ സെറിബ്രൽ കോർട്ടെക്സ് എന്നാണ് പറയുന്നത്. ഓക്കെ, അതുപോലെ നമുക്കറിയാവുന്ന കാര്യം തന്നെയായിരിക്കും, സെറിബ്രത്തിൻ്റെ ഇടത്തെ അർദ്ധഗോളം നിയന്ത്രിക്കുന്നത് ശരീരത്തിൻ്റെ വലതു ഭാഗത്തെയും സെറിബ്രത്തിൻ്റെ വലത്തെ അർദ്ധഗോളം നിയന്ത്രിക്കുന്നത് ശരീരത്തിൻ്റെ ഇടതു ഭാഗത്തെയുമാണ്. ഓക്കെ,
മസ്തിഷ്കത്തിൻ്റെ ഭാഗങ്ങളും ധർമ്മങ്ങളും നമ്മൾ എന്തായാലും എക്സാമിന് മുന്നൊന്ന് നോക്കി പോകണം കേട്ടോ. സെറിബ്രം, തലാമസ്, സെറിബെല്ലം, മെഡുല്ല ഒബ്ലാങ്കേറ്റ, ഹൈപ്പോ തലാമസ് ഒക്കെ എന്തായാലും ഒന്ന് പഠിച്ചിട്ട് പോകണം. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊന്ന് പറയാം. സെറിബ്രം എന്ന് പറയുമ്പോൾ ധാരാളം ചുളിവുകൾ, മടക്കുകളൊക്കെ കാണപ്പെടുന്നതാണ്. മനുഷ്യനെ മറ്റ് മൃഗങ്ങളിൽ നിന്നും വ്യത്യസ്തപ്പെടുത്തുന്ന തലച്ചോറിലെ ഭാഗമാണ്. അതുപോലെ സെറിബ്രത്തിൻ്റെ ചാരനിറമുള്ള ഗ്രേ മാറ്റർ എന്നറിയപ്പെടുന്ന ബാഹ്യഭാഗമാണ് കോർട്ടെക്സ്. എന്താണ് കോർട്ടെക്സ്? ഇനി സെറിബ്രത്തിൻ്റെ വെളുത്ത നിറമുള്ള വൈറ്റ് മാറ്റർ എന്നറിയപ്പെടുന്ന ആന്തരഭാഗത്ത് എന്താ പറയുക? അപ്പോൾ മെഡുല്ല. ബുദ്ധി, ചിന്ത, ഭാവന, വിവേചനം, ഓർമ്മ, ബോധം ഇവയുമായി ബന്ധപ്പെട്ട തലച്ചോറിൻ്റെ ഭാഗമാണ് എന്തെന്ന് പറയുന്നത്? സെറിബ്രം എന്ന് പറയുന്നത്. ഓക്കെ. അതുപോലെ ജ്ഞാനേന്ദ്രിയങ്ങളുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്ന, ഇന്ദ്രിയാനുഭവങ്ങൾ ഉളവാക്കുന്ന തലച്ചോറിൻ്റെ ഭാഗം കൂടിയാണ് സെറിബ്രം. മനസ്സിലായല്ലോ? അപ്പോൾ ഐച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം എന്ന് പറഞ്ഞാൽ സെറിബ്രാണ് അല്ലേ. തലാമസ് എന്ന് പറയുമ്പോൾ ഇതിന് തൊട്ട് താഴെ കാണപ്പെടുന്ന മസ്തിഷ്ക ഭാഗമാണ്. വേദനാ സംഹാരികൾ പ്രവർത്തിക്കുന്ന ഭാഗം ചോദിച്ചാൽ ഇതാണ്, തലാമസ് ആണ്. അതുപോലെ നമ്മുടെ നിദ്രാവേളയിലൊക്കെ സെറിബ്രത്തിലേക്കുള്ള ആവേഗങ്ങളെ തടയുന്നത് ഏതാ? തലാമസ് ആണ്. മനുഷ്യ ശരീരത്തിലെ റിലേ സ്റ്റേഷൻ എന്നൊക്കെ അറിയപ്പെടുന്നത് ഏതാ? തലാമസ് ആണ്. സെറിബെല്ലം നോക്കുമ്പോൾ മസ്തിഷ്കത്തിൻ്റെ രണ്ടാമത്തെ വലിയ ഭാഗമാണ്. ആദ്യ വലിയ ഭാഗം സെറിബ്രമാണ്, രണ്ടാമത്തെ വലിയ ഭാഗം സെറിബെല്ലമാണ്. ഓക്കെ. അതെന്താണ്? ലിറ്റിൽ ബ്രെയിൻ എന്നൊക്കെയാണ് അറിയപ്പെടുന്നത് അല്ലേ. അതൊക്കെ ചോദിച്ചിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ. ലിറ്റിൽ ബ്രെയിൻ എന്നറിയപ്പെടുന്ന ഭാഗം ഏതാ? സെറിബെല്ലമാണ്. അതുപോലെ ഇതിലും ചുളിവും ചാലുകളൊക്കെ കാണപ്പെടുന്നുണ്ട്. പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്നതാണ് ശരീരത്തിൻ്റെ തുലനാവസ്ഥ അല്ലേ. തുലനാവസ്ഥ നിലനിർത്തുന്ന മസ്തിഷ്ക ഭാഗമാണ്. ഇനി ഈ മെഡുല്ല ഒബ്ലാങ്കേറ്റ എന്നൊക്കെ പറയുമ്പോൾ എന്താണ്? ഈ ഛർദി, തുമ്മൽ, ചുമ ഈ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന, അതായത് നമുക്ക് ഈ നമ്മുടെ മെഡുല്ല ഒബ്ലാങ്കേറ്റയിൽ എന്തെങ്കിലും ക്ഷതമൊക്കെ ഉണ്ടായാൽ അത് നമ്മുടെ മരണത്തിനൊക്കെ കാരണമാവും അല്ലേ. അതുപോലെ അനൈച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം, അങ്ങനെ ചോദിച്ചാലൊക്കെ നമുക്ക് എന്ത് പറയാം? മെഡുല്ല ഒബ്ലാങ്കേറ്റ എന്ന് പറയാം. ഇനി ഹൈപ്പോ തലാമസ് ആണെങ്കിൽ തലാമസിന് തൊട്ട് താഴെയായിട്ട് കാണപ്പെടുന്നതാണ്. അത് ആന്തര സംസ്ഥിതി പാലനത്തിന് പ്രധാന പങ്ക് വഹിക്കുന്ന മസ്തിഷ്ക ഭാഗമാണ്. പിന്നെ നമ്മുടെ ശരീര ഊഷ്മാവൊക്കെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം കൂടിയാണ് ഹൈപ്പോ തലാമസ്. അതിലും കൂടുതൽ എന്താണ്? വിശപ്പ്, ദാഹം, ലൈംഗികാസക്തി എന്നിവയെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം. അതുപോലെ ശരീരത്തിലെ ജലത്തിൻ്റെ അളവ് നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം അല്ലേ. രക്തഘടകങ്ങളുടെ സാധാരണ സ്ഥിതി നിലനിർത്തുന്നതിന് സഹായിക്കുന്ന ഭാഗം ഏതാണെന്നൊക്കെ ചോദിച്ചത് പറയാം നമുക്ക്? ഹൈപ്പോ തലാമസ് എന്ന് പറയാം. ഓക്കെ. ഇനി അതുപോലെ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ് എന്ത്? മെനിഞ്ചൈറ്റിസ് ഏത് അവയവത്തെ ബാധിക്കുന്ന രോഗമാണ്? കഴിഞ്ഞ UP NCA എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യനാണ്. മെനിഞ്ചൈറ്റിസ് ഏത് അവയവത്തെ ബാധിക്കുന്ന രോഗമാണ്? ഏതിനെയാണ്? മെനിഞ്ചൈറ്റിസ് എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് കിട്ടണം ഏതാണ്? തലച്ചോറാണ് അല്ലേ. തലച്ചോറ് അല്ലേ. മസ്തിഷ്കത്തിലെ സ്ഥിരപാളിയായ മെനിഞ്ചസിനുണ്ടാകുന്ന അണുബാധയാണ് എന്ത് പറയുന്നത്? മെനിഞ്ചൈറ്റിസ് എന്ന് പറയുന്നത്. ഇതിന് പല സൂക്ഷ്മാണുക്കൾ കാരണമാകുന്നുണ്ട്. വൈറസ്, ബാക്ടീരിയ, പരാതങ്ങൾ, ഫംഗസ് ഒക്കെ ഇതിന് കാരണമാകുന്നുണ്ട്. ഓക്കെ. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, മസ്തിഷ്കത്തിലെ ഏതെങ്കിലും രക്തക്കുഴലുകൾ പൊട്ടുന്നത് കൊണ്ടുണ്ടാകുന്ന അസ്വാസ്ഥ്യം. ഓപ്ഷൻ എ സെറിബ്രൽ ഹെമറേജ്, ഓപ്ഷൻ ബി മെനിഞ്ചൈറ്റിസ്, ഓപ്ഷൻ സി നാഡീഗാംഗ്ലിയൻ, ഓപ്ഷൻ ഡി ആക്സോൺ ഹെമറേജ്, ഓപ്ഷൻ ഇ ഇവയൊന്നുമല്ല. മസ്തിഷ്കത്തിലെ ഏതെങ്കിലും രക്തക്കുഴലുകൾ പൊട്ടുന്നത് കൊണ്ടുണ്ടാകുന്നത് ഏതാണ്? അതിനറിയോ? ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആയിട്ടുള്ളത്. സെറിബ്രൽ ഹെമറേജ് അല്ലേ. സെറിബ്രൽ ഹെമറേജ്. ഈ പക്ഷാഘാതത്തിനുള്ള കാരണങ്ങളാണ് ഒന്ന് ഈ പറയുന്ന സെറിബ്രൽ ഹെമറേജ്. അതുപോലെ പിന്നുണ്ട് സെറിബ്രൽ ത്രോംബോസിസ്, അതുപോലെ പോളിയോ മെലൈറ്റിസ്. സെറിബ്രൽ ഹെമറേജ് നമുക്കറിയാം, മസ്തിഷ്കത്തിലേക്കുള്ള ഏതെങ്കിലും രക്തക്കുഴലുകൾ പൊട്ടുന്നതിൻ്റെ ഫലമായി ഉണ്ടാകുന്ന രക്തപ്രവാഹം. എന്നാൽ മസ്തിഷ്കത്തിലേക്ക് രക്തം വിതരണം ചെയ്യുന്ന ധമനികളിൽ രക്തം കട്ട പിടിക്കാം. അതുമൂലം അതിലൂടെ ഉണ്ടാകുന്ന രക്തപ്രവാഹം തടസ്സപ്പെടുന്ന ഒരവസ്ഥയാണ് എന്തെന്ന് പറയുന്നത്? സെറിബ്രൽ ത്രോംബോസിസ് എന്ന് പറയുന്നത്. കിട്ടിയോ? ഇനി പോളിയോമലൈറ്റിസ് എന്ന് പറഞ്ഞല്ലോ, പക്ഷാഘാതത്തിനുള്ള മറ്റൊരു കാരണം പോളിയോമലൈറ്റിസ്. അതെന്താണ്? നാഡീവ്യവസ്ഥയെ ബാധിക്കുന്ന ഒരു വൈറസ് രോഗമാണ്. നാഡീവ്യവസ്ഥയെ ബാധിക്കുന്ന ഒരു വൈറസ് രോഗമാണ് എന്തെന്ന് പറയുന്നത്? പോളിയോമലൈറ്റിസ് എന്ന് പറയുന്നത്. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്,
മൂർഖൻ പാമ്പിൻ്റെ കടിയേറ്റാൽ വിഷം ബാധിക്കുന്നത് 2005 ചോദിച്ച ക്വസ്റ്റ്യൻ ആയിരുന്നു. ഓപ്ഷൻ എ തലച്ചോറിനെ, ഓപ്ഷൻ ബി ശ്വാസകോശത്തെ, ഓപ്ഷൻ സി രക്തചംക്രമണത്തെ, ഓപ്ഷൻ ഡി കരളിനെ. മൂർഖൻ പാമ്പിൻ്റെ കടിയേറ്റാൽ വിഷം ബാധിക്കുന്നത് തെറ്റാൻ സാധ്യതയുള്ളതാണ്. നമ്മൾ രക്തചംക്രമണം അതൊക്കെ കാണുമ്പോൾ, ഓപ്ഷൻ കാണുമ്പോൾ നമുക്ക് ഇതിൽ ഏതാണെന്നുള്ളതൊരു കൺഫ്യൂഷൻ വരും. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? തലച്ചോറിനെ തന്നെയാണ് ബാധിക്കുന്നത്. ഓക്കെ, അതുപോലെ നമ്മൾ ഓർക്കേണ്ട കാര്യം, നമ്മുടെ ഈ പാമ്പിൻ്റെ വിഷം പ്രധാനമായും ബാധിക്കുന്നത് രക്തപര്യന വ്യവസ്ഥയെയും നാഡീവ്യവസ്ഥയെയാണ്. നമുക്കറിയാം പാമ്പിൻ്റെ വിഷത്തിൽ പെപ്റ്റൈഡും പ്രോട്ടീനുകളുമാണ് അടങ്ങിയിട്ടുള്ളത്. പെപ്റ്റൈഡുകളും പ്രോട്ടീനുകളും ഇവയാണ് എന്ത് പറയുന്നത്? ടോക്സിൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ, അണലി വിഷം ബാധിക്കുന്ന ശരീരാവയവം അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ, ഇപ്പം നമ്മൾ മൂർഖൻ പാമ്പിൻ്റെ കടിയേറ്റാൽ വിഷം ബാധിക്കുന്നത് നമ്മൾ പറഞ്ഞു എന്തിനെയാണ്? തലച്ചോറിനെയാണ്. ഇനി അണലി വിഷം ബാധിക്കുന്ന ശരീര അവയവം ഏതെന്ന് ചോദിച്ചാൽ എന്താ പറയേണ്ടത്? വൃക്കയാണ് കേട്ടോ, വൃക്കയെയാണ് ബാധിക്കുക. രക്തചംക്രമണ വ്യവസ്ഥയെ ബാധിക്കുന്ന പാമ്പിൻ വിഷം അറിയപ്പെടുന്നത് എന്താണെന്നറിയോ? അതിനെ ഹീമോടോക്സിക് എന്നാണ് പറയുക. എന്താണ് ആ ടേം? ഹീമോടോക്സിക്. അതുപോലെ നാഡീവ്യവസ്ഥയെ ബാധിക്കുന്ന പാമ്പിൻ്റെ വിഷം അറിയപ്പെടുന്നത് എന്താണ്? ന്യൂറോടോക്സിക്. ന്യൂറോ നമുക്കറിയാം അല്ലേ? അപ്പോൾ രക്തചംക്രമണമാകുമ്പോൾ രക്തം ഹീമോ, അപ്പോൾ ഹീമോടോക്സിക്, മറ്റത് ന്യൂറോടോക്സിക്. ഓക്കെ, അതൊന്ന് ഓർത്തു വെക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസാണ് നാഡീവ്യവസ്ഥയുമായി ബന്ധപ്പെട്ട് നമുക്ക് LP UP എക്സാമിന് ചോദിച്ചിട്ടുള്ളത്. അതുപോലെ ഇനി പല എക്സാമിനും ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസൊക്കെ കയ്യിലുണ്ട്. നിങ്ങൾക്ക് ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? കമൻറ്റിലൂടെ അറിയിക്കുക. നമുക്ക് അത് ഇതുപോലെ തന്നെ നമുക്ക് മോക്ക് ടെസ്റ്റായിട്ട് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ മോക്ക് ടെസ്റ്റ് ഇത്രയേ ഉള്ളൂ. അപ്പോൾ ശരി, താങ്ക് യു.